തന്നെ ഇനിയെങ്കിലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറ്റുമോ എന്ന് ചോദിച്ച് ഗാനഗന്ധർവൻ കെ.ജെ. യേശുദാസ്. ദൈവം ഒന്നേ ഉള്ളൂ, അതിന് രൂപവും ഭാവവും ഇല്ലെന്നും യേശുദാസ് ഓർമ്മിപ്പിച്ചു. സ്വരലയയ്ക്ക് വേണ്ടി എം.എ. ബേബി ഇടയ്ക്ക് സമ്മാനിച്ചപ്പോഴാണ് അത് ഗുരുവായൂരപ്പന് സമർപ്പിച്ച് ക്ഷേത്രത്തിൽ കയറ്റുമോ എന്ന് യേശുദാസ് ആവർത്തിച്ചു ചോദിച്ചത്. സ്വരലയ നൽകിയ സ്വീകരണവും ആദരവും ഏറ്റുവാങ്ങിയ ഗാനഗന്ധർവൻ ഡോക്ടർ കെ.ജെ. യേശുദാസ് എം.എ. ബേബി സമ്മാനിച്ച ഇടയ്ക്കുട്ടി പതിറ്റാണ്ടുകളായി താൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന സ്വപ്നത്തെക്കുറിച്ച് വൻ പുരുഷാരത്തെ സാക്ഷി നിർത്തി ഇങ്ങനെ പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇനിയെങ്കിലും തന്നെ കയറ്റിക്കൂടെയെന്നും അദ്ദേഹം ചോദിച്ചു. ഇത് കേട്ട സദസ്സൊന്നാകെ വൻ കരഘോഷത്തോടെയാണ് തങ്ങളുടെ പിന്തുണ അദ്ദേഹത്തെ അറിയിച്ചത്. മനസ്സിന് ആഗ്രഹമാണ് ഗുരുവായൂർ മുൻപിൽ അകത്ത് കയറ്റിയില്ലെങ്കിൽ പുറത്തു നിന്നെങ്കിലും ഒന്ന് അടിക്കണം. എൻ്റെ ഇടയ്ക്ക് വായന കൊള്ളാമോ? ഒരു അമ്പലത്തിൽ ജോലി കിട്ടുമോ? അല്ല, അമ്പലത്തിൽ കയറ്റുമോ? എല്ലാം നമ്മുടെ മനസ്സാണ്. തുടർന്ന് ഊർവശി അവാർഡ് ജേതാവും കേരളത്തിന്റെ അമ്മ മനസ്സുമായ നടി ശാരദയ്ക്ക് സ്നേഹിതയുടെ പുരസ്കാരം ഗാനഗന്ധർവൻ സമ്മാനിച്ചു. തന്നെ ധീര വനിതയാക്കിയത് മലയാള സിനിമയും മലയാളികളുമാണെന്നും ശാരദ പറഞ്ഞു. ഇങ്ങനെ നിന്നിട്ട് ഇത്ര വലിയ ആൾക്കാരുടെ മുമ്പിൽ 4 വാക്കുകൾ പറയാനുള്ള ഒരു ധൈര്യം തന്നത് ആരാ? നിങ്ങളാണ്. ഇത് സത്യമാണ്. വെറുതെ വേദിക്ക് വേണ്ടി പറയുന്ന വാക്കുകളല്ല, ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്നു. ഒരു ലേഡി ആർട്ടിസ്റ്റ് ഇത്രയും കൊല്ലങ്ങൾ നിൽക്കണമെന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. പത്മവിഭൂഷൺ നേടിയ യേശുദാസിൽ നിന്ന് ദേവരാജൻ പുരസ്കാരം ഏറ്റുവാങ്ങാനായത് മഹാഭാഗ്യമാണെന്ന് പ്രശസ്ത വയലിനിസ്റ്റ് എൽ സുബ്രഹ്മണ്യം പറഞ്ഞു. Here from Mr. Yesudas, I never thought this would happen. So happy, privileged and pleasure, and I don't know what to say. Thanks a lot. It's a great pleasure and privilege to receive from one of the greatest singers of all times. ഗായിക കവിതാ കൃഷ്ണമൂർത്തി, സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ, കൊല്ലം എം.എൽ.എ. എം മുകേഷ്, കൊല്ലം മേയർ രാജേന്ദ്രബാബു, പ്രഭാവർമ്മ, ആർ.എസ്. ബാബു തുടങ്ങിയവരും പങ്കെടുത്തു. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം.